ബ്ലാക്ക്. സാധാരണ ക്രിട്ടിക്കലി ആൻഡ് കമേഴ്ഷ്യലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമകളെ പറ്റി നമ്മളിവിടെ സംസാരിക്കാറില്ല. മറിച്ച് ആളുകളുടെ ഇടയിൽ രണ്ടഭിപ്രായമുള്ള ആവറേജ് വിജയമോ അല്ലെങ്കിൽ പരാജയമോ ആയ റാൻഡം സിനിമകളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മുടെ ലിസ്റ്റിൽ വന്നിരുന്നില്ല. എന്നാൽ ഈ അടുത്ത് നമ്മുടെ ഒരു ഫോളോവർ ചെയ്ത കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിനെപ്പറ്റിയും കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നാണ്. അപ്പോൾ ഈ സിനിമയെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം, ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ സിനിമാ കരിയർ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ആ സിനിമയിലെ നായകൻ്റെ ലൈഫും. ഒരുപാട് വയലൻസ്, മാടമ്പി, ചട്ടമ്പി ലെവൽ സിനിമകൾ എഴുതി ഹിറ്റാക്കിയ രഞ്ജിത്ത് പിന്നീട് സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞിരുന്നു. ഇത് തന്നെയല്ല ഈ സിനിമയിലെ നായകന്റെ കണ്ടീഷനും. പോയ കാലത്ത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ഗുണ്ട. സമാധാന പാതയിലേക്ക് തിരിഞ്ഞ റൈറ്റർ രഞ്ജിത്ത് കുറച്ചൊക്കെ മാസ് എലമെന്റുകളുള്ള ബ്ലാക്ക് എന്ന സിനിമ എഴുതിയതുപോലെ തന്നെ സമാധാന പാതയിലേക്ക് തിരിഞ്ഞ ഗുണ്ട ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാസ് കാണിക്കേണ്ടി വരുന്നു. സോ രഞ്ജിത്ത് എന്ന എഴുത്തുകാരന് തൻ്റെ സ്വന്തം കരിയറിനോടുള്ള സമീപനം ഒരു നായക കഥാപാത്രത്തിലൂടെ പറഞ്ഞു വെച്ചതായാണ് ബ്ലാക്ക് എന്ന സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നാറ്.